പതുക്കെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൈറ്റ്, കഴിഞ്ഞ കേസിലെ ആക്സിയൽ ലോഡിംഗ് കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് തന്നത് എ കാൻഡിലീവർ ബീം. ഓക്കെ, എ കാൻഡിലീവർ ബീം മെയ്ഡ് ഓഫ് കോൾഡ് ഡ്രോൺ കാർബൺ സ്റ്റീൽ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ is subjected to a load which varies from -f to 3f. ഓക്കെ, അപ്പോൾ വേരിയബിൾ ലോഡ് ആണ്. -f എന്ന് 3f വേരിയേഷൻ വരുന്നത്. ഓക്കെ, determine the maximum load that this member can withstand for an indefinite life using a factor of safety 2. Okay, factor of safety n അല്ലെങ്കിൽ fs is equal to 2. തിയറിറ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. ഓക്കെ, ഇവിടെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. തിയറിറ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആണ്, ദാറ്റ് ഈസ് 1.42. ആൻഡ് ദ നോഡ് സെൻസിറ്റിവിറ്റി ക്യൂ വാല്യൂ തന്നിട്ടുണ്ട് 0.9. റൈറ്റ്, അസ്യൂം ദ ഫോളോയിങ് വാല്യൂസ്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, yield സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, എൻഡ്യൂറൻസ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, സർഫസ് ഫാക്ടർ, സർഫസ് ഫിനിഷ് ഫാക്ടർ, സൈസ് ഫാക്ടറും സർഫസ് ഫിനിഷ് ഫാക്ടറും. ഓക്കെ, എന്ന് വെച്ചാൽ അവിടുത്തെ കോൺസ്റ്റന്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഫൈനൽ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. റൈറ്റ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗിവൺ വാല്യൂസും കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാൻഡിലിവർ ബീം ആണ്. യെസ്, വേരിയബിൾ ലോഡിംഗ് സബ്ജക്ട് ആണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഫാക്ടർ സേഫ്റ്റി, ബാക്കി എല്ലാ ഏറ്റവും കാര്യങ്ങൾ തന്നു. ആൻഡ് യു ഹാവ് ടു ഡിറ്റർമിൻ ദ മാക്സിമം ലോഡ്. ഓക്കെ, മാക്സിമം ലോഡ് that this member can withstand. അപ്പോൾ മാക്സിമം ലോഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡയമീറ്റർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾ യു നീഡ് ടു ഫൈൻഡ് ഈസ് എഫ് വാല്യൂ കണ്ടെത്തണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എഫ് വാല്യൂ കണ്ടെത്തണം. മാക്സിമം ലോഡ് 3f ആണ്. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ 3f വാല്യൂ. മാക്സിമം എത്ര 3f വാല്യൂ വരെ ഇതിനെ അപ്ലൈ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മാക്സിമം ലോഡ്. റൈറ്റ്, അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ തിങ്കിങ് പോകേണ്ടത് ഇങ്ങനെയാണ്. ഇതൊരു വേരിയബിൾ ലോഡിംഗ് കണ്ടീഷൻ ആണ്. ക്വസ്റ്റ്യൻ വേരിയബിൾ ലോഡിംഗ് കണ്ടീഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫറ്റീഗ് ആണ് പ്രോബ്ലം. ഫറ്റീഗ് പ്രോബ്ലം ആണെങ്കിൽ സൊല്യൂഷൻ നമുക്ക് രണ്ട് മെത്തേഡ് നമുക്ക് ബേസിക്കലി ആസ് പെർ ദ ഗിവൺ ഡാറ്റ നമുക്കിവിടെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നതിന്റെ yield സ്ട്രെസ് എന്നതിന്റെ എൻഡ്യൂറൻസ് ലിമിറ്റ് എന്നതുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ, ഒന്ന് സോഡർബർഗ്സ് ഇക്വേഷൻ ഉണ്ട്. സോഡർബർഗ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഗുഡ്മാൻസ് ഇക്വേഷൻ ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മെത്തേഡും യൂസ് ചെയ്യാം. ആൻഡ് ദ ബെസ്റ്റ് വാല്യൂ, നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫോഴ്സ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും ഹയർ ഫോഴ്സ് വാല്യൂ യു ക്യാൻ സെലക്ട് ദാറ്റ് വാല്യൂ. ഓക്കെ, കാരണം നമുക്ക് എപ്പോഴും സേഫ് ആയിരിക്കണം. അപ്പൊ സോഡർബർഗ് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന എഫ് വാല്യൂവിനെക്കാളും വലിയ വാല്യൂ ആണ് ഗുഡ് വാല്യൂ കിട്ടുന്നെങ്കിൽ യു ഹാവ് ടു ഗോ വിത്ത് ഗുഡ് മാൻസ് വാല്യൂ. കാരണം പിന്നെ നമുക്ക് ഇതെല്ലാം എന്ന് പറയുന്നത് ആക്ച്വലി ഇത്ര ഫോഴ്സ് ആകുമ്പോൾ തന്നെ പൊട്ടും എന്ന് പറയുന്നതല്ല. നമ്മളൊരു പ്രോബബിലിറ്റി ആണ് എല്ലാ കേസിലും പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ അടുത്ത പ്രോബബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും മാക്സിമം വാല്യൂ എത്രയാണോ വരുന്നത് ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇവിടെ അപ്പൊ നമുക്കറിയാം, സോ നമുക്ക് ബേസ് ഫണ്ടമെന്റൽസ് വരികയാണെങ്കിൽ യെസ്, സോഡർബർഗ്സ് ഇക്വേഷൻ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി. നമുക്ക് സോഡർബർഗ്സ് ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഇസ് ഗിവൺ ബൈ 1 ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു സിഗ്മ എന്തായിരുന്നു, സിഗ്മ മീൻ ബൈ yield tensile strength, Soderberg's equation ആണ്, പ്ലസ് kf into sigma average divided by എന്താ endurance strength into there are different constants അല്ലെ, a b into c. okay, മൂന്ന് constant values ഉണ്ട്, a into b into c. okay, for the time being. right, now ഈ kf value നമുക്ക് നോക്കാം. നമുക്ക് എല്ലാ വാല്യൂസ് നോക്കിയിട്ട് നോക്കാം. s factor of safety നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. so all you have to find is the force or the load അല്ലെ. നമുക്ക് നോക്കാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി, യെസ് ഇറ്റ് ഇസ് ഗിവൺ. നൗ yield tensile strength, യെസ് ഇറ്റ് ഇസ് ഗിവൺ. എൻഡ്യൂറൻസ് ലിമിറ്റ്, യെസ് ഇറ്റ് ഇസ് ഗിവൺ. റൈറ്റ്, നൗ kf വാല്യൂ അല്ലെ. നൗ കോൺസ്റ്റന്റ്സ് നോക്കാം. എ ബി സിയിലെ രണ്ട് കോൺസ്റ്റന്റ് വാല്യൂസ് വന്നിട്ടുണ്ട്. രണ്ട് കോൺസ്റ്റന്റ് വാല്യൂ എടുക്കാം, മറ്റേ വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്യുക, ആൻഡ് യു കൻ കണ്ടിന്യൂ യുവർ പ്രോസസ്. ഓക്കെ, റൈറ്റ്, എ ബി വാല്യൂ നമുക്ക് എടുക്കാം. നൗ എഗെയിൻ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ, എൻഡ്യൂറൻസ് മീൻ സ്ട്രെസ് അറിയില്ല, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് അറിയില്ല, kf വാല്യൂ അറിയില്ല. റൈറ്റ്, നൗ ഫോർ ഡിറ്റർമിനിങ് kf വാല്യൂ നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്, കെ ടി ഇൻറ്റു 1+q ആണെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് ചെക്ക് യുവർ ഡാറ്റ ബുക്ക് അല്ലെ. ഇതന്നെയല്ലേ ഇക്വേഷൻ? സോറി, 1+q into KT - 1. സോറി അല്ലെ, സോറി അവിടെ കേൾക്കുന്നില്ലേ? കട്ടായി പോയിട്ടില്ലല്ലോ. ഓക്കെ, സോ യുവർ kf വാല്യൂ ഡാറ്റ ബുക്ക് ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ ബുക്ക് നിർത്താൽ മതി. യുവർ kf is equal to
1 plus Q into KT minus 1. Okay, where KT is your theoretical stress concentration value, Q value not sensitivity ആണ്, രണ്ടും തന്നിട്ടുണ്ട്. Directly substitute and find the value of KF. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ KF വാല്യൂ വരെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? എനിക്ക് മീൻ സ്ട്രെസ് കണ്ടെത്തണം, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് കാണണം, അല്ലെ? എനിക്ക് കാണേണ്ട അൺനോൺ വാല്യൂസ് മീൻ സ്ട്രെസ്സും ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും. ഇത് രണ്ടും കാണണമെങ്കിൽ എന്ത് വേണം? എനിക്ക് മാക്സിമം സ്ട്രെസ് വരണം, മിനിമം സ്ട്രെസ് വരണം. ഓക്കെ, അപ്പൊ നമുക്ക് അതാദ്യം കണ്ടുപിടിക്കാം. റൈറ്റ്, ഇതാണ് നമ്മുടെ ഇത് തിങ്കിങ് പ്രോസസ് ആയിരിക്കണം. നമുക്ക് ഇങ്ങനെയുള്ളതാണ് ഇതിലേക്ക് നമുക്ക് എത്തേണ്ടത്. ഓക്കെ, സോ നമുക്ക് ലെറ്റ് us first determine or find out the maximum stress sigma max and sigma minimum. റൈറ്റ്. നൗ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കേസിൽ ആക്സിയൽ ലോഡ്സ് ആയിരുന്നു, അല്ലെ? ആക്സിയൽ ലോഡ് ആകുമ്പോൾ നമ്മളെ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു പി ബൈ എ മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് ട്രാൻസ്വേഴ്സ് ലോഡാണ്. ട്രാൻസ്വേഴ്സ് ലോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ത് ടൈപ്പ് സ്ട്രെസ് ആയിരിക്കും പറഞ്ഞോ? ട്രാൻസ്വേഴ്സ് ലോഡ് എന്ത് സ്ട്രെസ് വരാ? സാധാരണ സ്ട്രെസ് അല്ലേ? ഏത് സാധാരണ സ്ട്രെസ്? എന്താ പറയാ, ബെൻഡിങ് സ്ട്രെസ് ആണ് വരിക, അല്ലെ? അപ്പോ പി ബൈ എ എന്നുള്ള ഇക്വേഷൻ അല്ല, പകരം എന്ത് എടുക്കണം? എം ബൈ ഐ ഇൻറ്റു വൈ എന്നുള്ള ഇക്വേഷൻ വേണം ഇവിടെ എടുക്കാൻ. റൈറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് മാക്സിമം സ്ട്രെസ് ഉണ്ട്, മിനിമം സ്ട്രെസ് ഉണ്ട്, അല്ലെ? നോ, നമുക്ക് മാക്സിമം സ്ട്രെസ് ആണെങ്കിൽ യുവർ സിഗ്മ മാക്സിമം ഹിയർ ഇസ് ഗിവൺ ബൈ എം ബൈ ഐ ഇൻറ്റു വൈ മാക്സിമം ആണ്. Right. Now similarly, your minimum stress sigma minimum is given by m by I into y max ആണ്, അല്ലെ? മിനിമം സ്ട്രെസ്. ഓക്കെ, നൗ എന്ന് വെച്ചാൽ മിനിമം മാഗ്നിറ്റ്യൂഡ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്, അതായത് ഒരു ക്രോസ് സെക്ഷനിലെ മിനിമം സ്ട്രെസ് എന്നല്ല അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ക്ലിയർ ആയിരിക്കണം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ട്രെസ് വേരിയേഷൻ നോക്കിയാൽ മാക്സിമം ഔട്ടറിൽ വരും, മിനിമം സെന്ററിൽ വരുന്നൊക്കെ നമ്മൾ പണ്ട് എടുത്തിട്ടുണ്ട്. സിഗ്മ മാക്സിമം ഇവിടെ സെന്ററിൽ സ്ട്രെസ് 0 ആണെന്നൊക്കെ. അത് ഒരു പർട്ടിക്കുലർ ലോഡിന്റെ കേസാണ്, അതൊരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷന്റെ കേസ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൈൻ കർവിന്റെ മാക്സിമം അതേപോലെ അതിന്റെ മീനും ആണ് എടുക്കുന്നത്, അല്ലെ? റൈറ്റ്. ആ മീൻ സൈൻ കർവിന്റെ മാക്സിമം അതുപോലെ അതിന്റെ മിനിമം ആണ് എടുക്കുന്നത്, അല്ലെ? മിനിമം സ്ട്രെസ്. റൈറ്റ്. അപ്പൊ അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അത് തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത്. നൗ അപ്പൊ സിഗ്മ മാക്സിമം കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാക്സിമം മൊമെന്റ് എത്രയാണെന്നാണ്, അല്ലെ? സോ ദ മാക്സിമം മൊമെന്റ് ഈസ് ആക്ടിങ് അറ്റ് ദിസ് എൻഡ്. ഓക്കെ, അതാണ് മാക്സിമം മൊമെന്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു എൻഡ് പോയിന്റിലാണ്. ഈ 3F ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന മാക്സിമം മൊമെന്റ് ഈ എൻഡിലാണ്. അതേപോലെ എഫ് കൊണ്ടുണ്ടാവുന്ന -F കൊണ്ടുണ്ടാവുന്ന മാക്സിമം സ്ട്രെസ് ഈ എൻഡിൽ തന്നെയാണ്. റൈറ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ യുവർ ബെൻഡിങ് മൊമെന്റ്, അത് രണ്ട് കേസിലും സെയിം തന്നെയാണ്. യുവർ ബെൻഡിങ് സെയിം അല്ല. സോ ബെൻഡിങ് മൊമെന്റ് ഫോർ ദ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഫോർ 3F കണ്ടീഷൻ ഫോർ, നമുക്കിത് ഇങ്ങനെ എഴുതാം. നമുക്കിത് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം. മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും ആണ് കാണേണ്ടത്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോർ സിഗ്മ മാക്സ് കണ്ടീഷൻ, ഓക്കെ, മാക്സിമം സ്ട്രെസ് വരുന്ന കണ്ടീഷൻ എടുക്കാം. റൈറ്റ്. സോ സിഗ്മ മാക്സ് ഇസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ മാക്സ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല. സോ ദ ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു ലോഡ് 3F എന്നുള്ള ലോഡ് കൊണ്ട് അവിടെ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് എം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 3F ഇൻറ്റു ഇതാണ് എടുത്ത ഫോഴ്സ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെ? എത്രയായി? 150. 3F ഇൻറ്റു 150, that means 450F എന്ന് കിട്ടും. റൈറ്റ്. നൗ യുവർ മാക്സിമം y max എന്ന് പറയുന്നത് ഇതാണ് നേരത്തെ വൈഷ്ണവ് ചോദിച്ച കാര്യം, അല്ലെ? 13 ആണോ എടുക്കേണ്ടത് 20 ആണോ എടുക്കേണ്ടത്? ഒബ്വിയസ്ലി 20 ആണ് എടുക്കേണ്ടത്, അല്ലെ? എന്താ കാരണം നമ്മളിവിടെ നോക്കുന്നത് ഏറ്റവും മാക്സിമം ബെൻഡിങ് സ്ട്രെസ് വരുന്നത് ഈ എൻഡ് പോയിന്റിലാണ്, അല്ലെ? അപ്പൊ ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് വേണം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ. റൈറ്റ്. മാക്സിമം സ്ട്രെസ് വരുന്ന പോയിന്റ് അതാണ്. സി ഇവിടെ ഇപ്പൊ ആസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, പക്ഷെ അങ്ങനെ ആകുമ്പോൾ ത്രൂ ഔട്ട് ആ പോയിന്റ് തന്നെ എടുത്തിട്ട് ചെയ്യണം. കാരണം ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത്, എന്താ മാക്സിമം ലോഡാണ്, അല്ലെ? അപ്പൊ ഇതിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡ്. അപ്പൊ ഇപ്പോഴത്തെ പോയിന്റ് എടുത്താലും തെറ്റൊന്നുമില്ല. ബട്ട് ത്രൂ ഔട്ട് അത് തന്നെ എടുത്തിട്ട് പോകണം. റൈറ്റ്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഏറ്റവും എൻഡ് പോയിന്റ് എടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണ്. സോ നമുക്ക് ആ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ എടുക്കാം. സോ വൈ മാക്സ് വാല്യൂ 20 ആയതുകൊണ്ട് തന്നെ വൈ മാക്സ് വാല്യൂ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ആസ് 10, അല്ലെ? വൈ മാക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത്തിന്റെ ബൈ 2 ആണ്. അതിന്റെ ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് വൈ, അല്ലെ? സോ വൈ മാക്സ് ഇസ് ഈക്വൽ ടു 10
10 mm അല്ലെ 10 mm ആണ്. Now I is nothing but BD cube by 12 ആണ്. Right. B value നമുക്കറിയാം. B value അതിന്റെ thickness വന്നിട്ടില്ലേ? Cylindrical ആണ്. Okay. അങ്ങനെ പറഞ്ഞോടാ കാന്റിലിവർ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, സർക്കുലർ. സർക്കുലർ ക്രോസ് സെക്ഷൻ റൈറ്റ്. അപ്പൊ എന്താ പൈ d raised to 4/64 ആണ് റൈറ്റ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ d ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ റൈറ്റ്. ഇനിയിപ്പോ എന്താ കിട്ടും? യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ദ മാക്സിമം വാല്യൂ. മാക്സിമം ഇസ് ഈക്വൽ ടു 450f ഡിവൈഡഡ് ബൈ ഐ വാല്യൂ ആണ് കിട്ടുന്ന ഐ വാല്യൂ ഇൻറ്റു 10. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സിഗ്മ മാക്സ് ഇൻ ടേംസ് ഓഫ് എഫ് അല്ലെ. ഒരൊറ്റ അൺനോൺ ഉണ്ടാവില്ല, അത് എഫ് ആയിരിക്കും. Right. Now similarly എന്ത് ചെയ്യാം? Bending moment due to load minus f നോക്കാം അല്ലെ. അപ്പം that is for determining sigma minimum. Okay. അപ്പൊ നേരെ സെയിം ലോജിക്ക് തന്നെ പോവാ. m by i into y ആണ്. അതിന്റെ കേസിൽ m എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ഇൻറ്റു എന്ത് വരും? മൈനസ് എഫ് ഇൻറ്റു 150 അല്ലെ. അപ്പൊ മൈനസ് 150 എഫ് ആയിരിക്കും അടുത്ത മൊമെന്റ് വരിക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം തന്നെയാണ്, സെയിം ക്രോസ് സെക്ഷൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇൻറ്റു വൈ മാക്സ് ഡിസ്റ്റൻസും സെയിം ആണ്. ആ കൂടെ മാറുന്നത് മൊമെന്റ് മാത്രമാണ്. മൊമെന്റ് വാല്യൂ മാത്രം മാറും. ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോൾവ് ചെയ്തോ, ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. നമുക്ക് ചെക്ക് ചെയ്ത് എന്താടാ ഡി 20 എടുക്കണ്ടേ? ഡയമീറ്റർ 20. പെട്ടെന്ന് ചെയ്തു നമുക്ക് നോക്കാം. സോറി, ഞാനിവിടെ റെക്ടാംഗിൾ പോലെയാണ് വരച്ചത്, സർക്കുലർ ആണ്. ക്ലിയർ അല്ലേ? ഇതൊരു പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അല്ല, ഒരു സെക്കൻഡ് കണ്ടിന്യൂ അല്ല, ഒരു ചെറിയ എററുണ്ട്. അല്ല, ഓക്കെ. ഇവിടെ ശരിക്കും ഇത് കുറച്ചുകൂടെ ലെങ്തി പ്രോസസ് ആണ്. നമുക്ക് നമ്മള് ഇപ്പം ഇതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ലോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇത് രണ്ട് കേസും കൂടെ ചെക്ക് ചെയ്യണമായിരുന്നു. എ പോയിന്റും ബി പോയിന്റിലും നോക്കണം, കാരണം ഇവിടെ ശരിക്കും ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ വരും. റൈറ്റ്. അപ്പൊ ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ പോയിന്റും കൂടെ നോക്കി മറ്റേ പോയിന്റ് നോക്കി ഏറ്റവും മാക്സിമം വാല്യൂ എവിടെ വരാമെന്ന് നോക്കിയിട്ട് വേണമായിരുന്നു കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, പക്ഷെ എനിക്ക് നോച്ചിന്റെ സ്ഥലത്ത് പക്ഷെ അവിടെ നോച്ച് ഉണ്ട്, അതുകൊണ്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ അവിടെ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഏരിയ ഉള്ളത് കൊണ്ട് ഏറ്റവും പ്രിഫറബിൾ നമുക്ക് ഈ ഒരു എൻ പോയിന്റ് എടുക്കുന്നതിനേക്കാളും പ്രിഫറബിൾ ഈ ഒരു നോച്ച് പോയിന്റ് എടുക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ 125 എടുക്കുന്നതായിരിക്കും ബെറ്റർ മൊമെന്റ് എടുക്കുന്നത്. ഓക്കെ, ശരിക്കും ആക്ച്വലി നമ്മൾ ഇങ്ങനത്തെ കേസ് ചെയ്യുമ്പോൾ രണ്ട് കേസും എടുക്കണം. കാരണം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാല്, ഇപ്പോ ഈ ലെങ്ത് കൂടുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത്, സ്ട്രെസ് വാല്യൂ സിഗ്മ എന്ന് പറയുന്നത് എം ബൈ ഐ ഇൻറ്റു വൈ ആണ് അല്ലെ. അപ്പോ ഈ മൊമെന്റിന്റെ വാല്യൂ കൂടുമ്പോഴും സ്ട്രെസ് വാല്യൂ കൂടും അല്ലെ. അപ്പൊ ഈ ലെങ്ത് കൂടുകയാണെങ്കിൽ മൊമെന്റ് വാല്യൂ നന്നായിട്ട് കൂടും. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കൂടും. റൈറ്റ്, അതൊരു പോസിബിലിറ്റി ആണ്. നോ അഗെയിൻ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവും, അവിടെ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ രണ്ട് പോയിന്റിലും സ്ട്രെസ് വാല്യൂ വളരെ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല ഏതാണ് ഏതിനേക്കാളും കൂടുതൽ എന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ കഴിയില്ല. പറയണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ രണ്ട് പോയിന്റും ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എടുത്തിട്ട് ഈ രണ്ട് പോയിന്റും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എവിടെയാണ് മാക്സിമം വരാൻ നോക്കിയിട്ട് അത് വേണം ഇക്വേറ്റ് ചെയ്യാൻ. മനസ്സിലാവുണ്ടോ? പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് എടുത്തത് എ ബി എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത എ ബി എന്നുള്ള പോയിന്റ് ആണ്. പക്ഷെ ലോജിക്കലി സ്പീക്കിംഗ് നമ്മൾ രണ്ട് പോയിന്റും എടുത്ത് ആ രണ്ട് പോയിന്റും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേ പ്രോസസ്സ് ചെയ്ത് ആ പോയിന്റ് എന്നിട്ട് വേണം പിന്നെ എവിടെയാണ് മാക്സിമം എന്ന് കണ്ടെത്തിയിട്ട് വേണം ഈക്വേറ്റ് ചെയ്യാൻ, എന്നിട്ട് വേണം ഫോഴ്സ് കണ്ടുപിടിക്കാൻ. റൈറ്റ്. കാരണം അത് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ 150 ഇപ്പൊ ഇതിന് പകരം 200 ആയിരുന്നെങ്കിൽ വളരെ ഹൈ സ്ട്രെസ് വാല്യൂ വരും ആ എൻ പോയിന്റ്. റൈറ്റ്. കമ്പയർ ടു ഈ പോയിന്റ്, ആ എൻ പോയിന്റ് വളരെ ഹൈ സ്ട്രെസ് വാല്യൂ ആയിരിക്കും വരും.
റൈറ്റ്. അപ്പോൾ നമുക്ക് രണ്ടും ചെക്ക് ചെയ്തേ പറ്റൂ. ന്യൂമറിക്കൽ വാല്യൂ ഉള്ളിടത്തോളം കാലം നമുക്ക് രണ്ടും ചെക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യണം. റൈറ്റ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് ഇത് മനസ്സിലാക്കുക, മനസ്സിൽ ഇത് വെക്കുക. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വാല്യൂ വെച്ചിട്ട് പോവാം. കാരണം വാല്യൂ വെച്ചിട്ട് അതാണ് എളുപ്പം. പക്ഷേ ഏരിയ കൂടുന്നില്ലേ എവിടെ? അങ്ങോട്ട് പോകുമ്പോ? ലെങ്ത് കൂടുന്നുണ്ട് പക്ഷെ ഏരിയ കൂടുന്നില്ല. അപ്പൊ ഏരിയ ഡിസ്പ്രപ്പോർഷണൽ അല്ലേ അല്ല, താഴായി ഏരിയ വരുമ്പോ? ഏരിയ സെയിം അല്ലേ? ഏരിയ സെയിം അല്ലേ? അല്ല 13-20 ഡയമീറ്റർ കൂടിയില്ലേ? അതെ, അതല്ലേ കൂടുന്നുള്ളൂ. ടോട്ടൽ ലെങ്ത് ഇവിടെ കൂടുന്ന സമയത്ത് ഇപ്പം 150 പകരം 200 ആയി കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഇൻറ്റു ഒരു വലിയൊരു വാല്യൂ അല്ല അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത്. അത് കൺസേർവ്ഡ് അല്ല. മനസ്സിലാവല്ലേ? ആ ഇപ്പൊ എഫ് ഇൻറ്റു 150 കിട്ടുന്ന വാല്യൂ അല്ല എഫ് ഇൻറ്റു 200, അതല്ല എഫ് ഇൻറ്റു 300. അപ്പൊ ഈ ലെങ്ത് മാറുന്നതിനനുസരിച്ചിട്ട് എന്റെ ബെൻഡിങ് മൊമെന്റ് വാല്യൂ വളരെ ഹൈ ആയിട്ട് മാറും. ഓക്കെ. ക്രോസ് സെക്ഷൻ വാല്യൂവിന്റെ എഫക്ട് വരുന്ന മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ കൂടുന്നതനുസരിച്ച് വൈ മാക്സ് വാല്യൂവിൽ വരുന്ന ഡിഫറൻസ് വരും. ആ മനസ്സിലായോ? ക്രോസ് സെക്ഷൻ അവിടെ തൊട്ട് കോൺസ്റ്റന്റ് ആണ്. എ എന്നുള്ള പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റന്റ് ആണ്. അപ്പോ ആ ലെങ്ത് വാല്യൂ മാറുന്നതനുസരിച്ച് ബെൻഡിങ് മൊമെന്റ് വരും. ബെൻഡിങ് മൊമെന്റ് മാറുന്നതനുസരിച്ച് സ്ട്രെസ് വാല്യൂ കൂടും. അല്ലെ? അപ്പൊ മാക്സിമം സ്ട്രെസ് അറ്റ് എൻഡ് പോയിന്റ് നല്ലോണം കൂടും. അതേ സമയത്ത് ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് സ്ട്രെസ് കോൺസെൻട്രേഷൻ കാരണം അവിടെ ഒരു സ്ട്രെസ് വാല്യൂ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്നും ഒഴിവാക്കരുത്. ഈ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ എടുത്ത് ചെയ്യണം. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകിച്ച് എ ബി എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ക്വസ്റ്റിൽ തന്നതുകൊണ്ട് ഇതില് പിന്നെ സ്റ്റേറ്റ്മെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ക്വസ്റ്റിന്റെ ഡയഗ്രത്തിൽ എ ബി എന്നുള്ള പോയിന്റ് സ്പെസിഫിക് ആയിട്ട് തന്നതുകൊണ്ടും ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടും നമുക്ക് എ ബി എന്നുള്ള പോയിന്റ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വരുന്ന ഡിഫറൻസ് ഇത്ര മാത്രമാണ്. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇൻറ്റു 150 എടുത്ത സ്ഥലത്തെല്ലാം 125 എടുക്കണം. അല്ലെ? മൊമെന്റ് വേറെ ഡിഫറൻസ് ഒന്നും വരില്ല. ഇത് 3F ഇൻറ്റു 125 വരും. ഇപ്പുറത്ത് മൈനസ് എഫ് ഇൻറ്റു 125 വരും. സെക്കൻഡ് കേസിൽ എഫ് ഇൻറ്റു 125. വേറെ ഡിഫറൻസ് ഒന്നും വരില്ല. മൊമെന്റിന്റെ കേസിൽ മാത്രം പിന്നെ എന്ത് വരും? മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ എടുക്കുന്ന സ്ഥലത്ത് ഡിഫറൻസ് വരും. എന്തായി? റേഡിയസ് 13 എടുക്കണം. സോറി, ഡയമീറ്റർ 13 എടുക്കണം. 13 mm എടുക്കണം ആൻഡ് കണ്ടിന്യൂ. ഓക്കെ. എന്ന് വെച്ചാൽ ഈ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഈ ക്രോസ് സെക്ഷൻ ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂ ദ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ ആണോ? അല്ലേ? കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷൻ ആക്കിയാ ഇല്ല ഒന്ന് പെട്ടെന്ന് ചെയ്തു. നമുക്ക് ആൻസർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് തീർക്കാമല്ലോ. കിട്ടിയാ പറയണേ. അതിന്റെ ഇടയ്ക്ക് അറ്റൻഡൻസ് കൂടെ ഞാൻ വിളിക്കാം. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞു. അഭിരാം, പ്രസന്റ് സാർ. അബിൻ ജോഷി, അബിൻ ജോഷി, അബിൻ, അബിനില്ല. അബിൻ ജോഷി ഇവിടെ ഉണ്ടല്ലോ. വെച്ചിട്ടാശം പോയാ? ഓക്കെ, അബിൻ ജോഷി ആബ്സെന്റ് ആണ്. ആദർശ് കെ കെ,
Present, sir. പക്ഷെ ആദർശ് ഫീസ് അടിച്ചിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ആബ്സെന്റ് ആയിരിക്കേ. എന്നിട്ട് അങ്ങനെ അക്ഷയ് 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 ഇല്ല. ആൽബിൻ തോമസ് സാർ ആൽബിന്റെയും ഫീസിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആബ്സെന്റ് ആയിരിക്കേ. നമ്മൾ കെ പിയും ഫീസിന്റെ പ്രസന്റ്. ഫീസിന്റെ ഉള്ളതുകൊണ്ട് ആബ്സെന്റ് ആയിരിക്കും കേട്ടോ. ആൽബിൻ തോമസ്. അമൽ കെ സന്തോഷ് സെയിം. അമൽ എം അനന്തു. നിങ്ങൾ പ്രോബ്ലം ചെയ്തോ, പെട്ടെന്ന് ചെയ്യാം. ആശ്രയ് അശ്വിൻ ഭഗത് ഡിജിൻ ജിതിൻ ഫീസിന്റെ ഇഷ്യൂ ഉണ്ട്. സൂരജ് സൂരജും ശ്രീരാഗ് വൈഷ്ണവ് സി കെ വൈശാഖ് പക്ഷെ മറ്റേ ഫീസിന്റെ ഇതിലുണ്ട്. ദിനിൽ ആബ്സെന്റാ. ജിഷ്ണു കെ സാർ ജിഷ്ണു രോഷിത് സാർ ജിഷ്ണു പ്രസന്റ് ആണ്. എടാ നിങ്ങളെ ഫീസിന്റെ ഇതിലുണ്ട്. തേജസ് തേജസ് സച്ചിൻ അതുപോലെ ഫീസിന്റെ പെൻഡിങ് ഉള്ളതുകൊണ്ട് ഓക്കെ കഴിഞ്ഞോ? അല്ലേ പ്രോബ്ലം കഴിഞ്ഞോ? കിട്ടിയോ? ചെക്ക് ചെയ്യാം. കഴിഞ്ഞില്ലേ? നോക്കാം. മാക്സിമം വാല്യൂ സിഗ്മ മാക്സിമം 1.1317 എഫ് എന്ന് കിട്ടും. ആണോ? അത് കിട്ടിയില്ലേ?
1.15 sigma A. Sigma A, sigma A value, sigma A value 0.755 ആണ് F. Could be problem. സാർ അബിൻ ജോഷിന് മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അല്ല പക്ഷെ അബിൻ ജോഷിന്റെ ഇത് ഇഷ്യൂ ഉണ്ട്, മറ്റേ ഫീസിന്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇതില് ഇതാണ് നമ്മൾ വാല്യൂ ചേർക്കേണ്ടത്. സിഗ്മ മീൻ വാല്യൂ, സിഗ്മ എ വാല്യൂ എത്രയായിട്ട് 1. എത്രയായിട്ട് 1.158. ഓക്കെ റൈറ്റ് 1.16 F ആണ് വരിക. സിമിലർലി എത്ര സിഗ്മ മീൻ വാല്യൂ, സിഗ്മ മീൻ വാല്യൂ 0.579. സെയിം. സാറിപ്പോ കാണിച്ചില്ലേ അതിലിപ്പോ എം മാക്സിന്റെ പ്ലസ് എം മിനിമം വെച്ചു കൊടുക്കുന്നില്ലേ? നമ്മൾ സിഗ്മ അല്ലല്ലോ എടുക്കുന്നത്. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു? സിഗ്മ മാക്സിമം നമ്മൾ സിഗ്മ എം ഇസ് ഈക്വൽ ടു സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം ഡിവൈഡ് ബൈ 2 എടുക്കാം. അതെ ഇതിനകത്ത് എം ബൈ എം മാക്സിമം അല്ല, അത് രണ്ടും സെയിം ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് എടുത്ത് ചെയ്താലും സ്ട്രെസ് എടുത്ത് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇടാം. സൈഡിൽ സോൾവ് ചെയ്യാം. ആൻസർ ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് സൊല്യൂഷൻ വരിക. ഇവിടെ ഇപ്പം ബെൻഡിങ് മൊമെന്റ് വെച്ചിട്ട് അവർ ചെയ്തേ ഉള്ളൂ. അത് കുഴപ്പമില്ല. നമുക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി. വെറുതെ ഒരു കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് വേണമെന്നില്ല. നമ്മളിപ്പോ ഇവിടെ എന്താ പറയുക, സിഗ്മ മാക്സ് കണ്ടുപിടിച്ചു, സിഗ്മ മിനിമം കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവിടെ ഇപ്പം വേരിയബിൾ ബെൻഡിങ് മൊമെന്റ് എല്ലാം വെച്ചിട്ടാണ് പോയത്. അതിന്റെ ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് സിഗ്മ ആംപ്ലിറ്റ്യൂഡും സിഗ്മ മീനും കണ്ടുപിടിച്ചാൽ മതി. റൈറ്റ്, മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും കണ്ടുപിടിക്കുക. അതിനുശേഷം സിഗ്മ മാക്സ് ഇങ്ങനെ സിഗ്മ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം ബൈ 2. അതേപോലെ സിഗ്മ മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മിനിമം ബൈ 2. സോൾവ് ചെയ്യുക, ഫൈൻഡ് ദ വാല്യൂ. സിഗ്മ ആംപ്ലിറ്റ്യൂഡ് കിട്ടിയത് 1.16 F ന്യൂട്ടൺ പെർ mm സ്ക്വയറും സിഗ്മ മീൻ വാല്യൂ 0.58 F ന്യൂട്ടൺ പെർ mm സ്ക്വയറും കിട്ടും അല്ലെ. 1.15 സംതിങ് ആണ് കിട്ടി അല്ലെ. ഫൈൻ. അപ്പൊ സിഗ്മ മീൻ വാല്യൂ, സിഗ്മ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ, മീൻ വാല്യൂ കിട്ടി. റൈറ്റ്, ഇനി എന്ത് മതി? അതേപോലെ കെ എഫ് വാല്യൂ കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ എഫ് വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? യൂസിങ് ദിസ് ഇക്വേഷൻ 1 plus Q into KT minus 1. Q value ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, KT വാല്യൂ തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ വാല്യൂ അതും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ KF and then substitute the value in Goodman's formula. Okay, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ട് കോൺസ്റ്റന്റ്സ് തന്നിട്ടുണ്ട്, സോൾവ് ഇറ്റ്. അപ്പോൾ സോൾവിങ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യു വിൽ ഗെറ്റ് ദ ഫോഴ്സ് വാല്യൂ. ഓക്കെ, ഫസ്റ്റ് കേസിലേക്ക് കിട്ടി. സെക്കൻഡ് കേസിൽ അതുപോലെ തന്നെ സോൾവ് ചെയ്യാം and solve it and you can find the value. Okay, രണ്ട് കേസും ചെക്ക് ചെയ്യാം. ഗുഡ്മാൻസിൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ സോഡർബർഗ്സ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ കാര്യം, ഗുഡ്മാൻസ് ഇക്വേഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്ത സമയത്ത് കിട്ടിയത് യുവർ ഫോഴ്സ് വാസ് ഈക്വൽ ടു 57.3 ന്യൂട്ടൺ കിട്ടി. അതുപോലെ തന്നെ സോഡർബർഗ് ഇക്വേഷൻ വെച്ച് നോക്കിയപ്പോൾ 56 ആണ് കിട്ടി. റൈറ്റ്, അപ്പൊ എന്ത് വേണം? 57.3 ആണ് ഗ്രേറ്റർ വാല്യൂ. കാരണം ഇപ്പം നമ്മളിപ്പോ 56 എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചിലപ്പം അത് ശരിക്കും ഒരു അൺസേഫ് ആണ്. കാരണം ആസ് പെർ ഗുഡ്മാൻസ് ഫോർമുല 57 വരെ അതില് പിന്നെ 57 വരെ ഇനി മാക്സിമം താങ്ങാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ മാക്സിമം 57.3 വരെ വരാം. സോ ബെറ്റർ ടേക്ക് ദ ഹയർ വാല്യൂ വിച്ച് ഇസ് 57.3 ന്യൂട്ടൺ. Finally you will get the result as 57.3 Newton. Right, clear ആണോ?
സ്ക്രീൻഷോട്ട് എടുക്കാം. അൾട്ടിമേറ്റ്ലി ഈ പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്താ പറയാ, സിഗ്മ മാക്സിമം കാണാം, സിഗ്മ മിനിമം കാണാം. ഇത് രണ്ടും യൂസ് ചെയ്താൽ സിഗ്മ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സിഗ്മ മീൻ കിട്ടും. ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം. സോഡർബർഗ് ഇക്വേഷനിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഗുഡ്മാൻസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം and find the result whatever it is. If it is factor safety, find factor safety. If it is diameter, find diameter. ചിലപ്പോ endurance ലിമിറ്റ് കാണാൻ പറയും, അങ്ങനെയാണെങ്കിൽ endurance ലിമിറ്റ് കാണാം. whatever it is, ഇതിലുള്ള ഏതാണോ അൺനോൺ ഉള്ളത് അൺനോൺ വാല്യൂ നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഇനിയിപ്പോ ചിലപ്പോൾ ഇതേപോലെ തന്നെ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ്. ഇത്ര മാത്രമേ ഉള്ളൂ ലോജിക്ക്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഫറ്റീഗ് ആണോ പ്രോബ്ലം, വേരിയബിൾ സ്ട്രെസ് ഉണ്ടോ, മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കുക, മിനിമം സ്ട്രെസ് കണ്ടുപിടിക്കുക, നേരെ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് കാണാം, മീൻ സ്ട്രെസ് കാണാം. പിന്നെ രണ്ട് മെത്തേഡിലേക്ക് പോവാം, മറ്റു വാല്യൂസ് കാണാം. പറഞ്ഞോ. അല്ല, ഈ ഡാറ്റാ ബുക്കിൽ ഇതിലെല്ലാം വ്യത്യാസം ഉണ്ടല്ലോ. എന്താണ് ഇതിനകത്ത് കോൺസ്റ്റൻസ് ഒന്നും കാണുന്നില്ലല്ലോ. കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സെയിം ഇക്വേഷൻ. അതിൽ മാറിപ്പോരുത്, കമ്പൈൻഡ് സ്ട്രെസ് ഇക്വേഷനിലേക്ക് പോകരുത്, അത് വേറെയാണ്. കോൺസ്റ്റൻസ് ഇതേപോലെ തന്നെ കെ സറൗണ്ടിങ് കെ സൈസ് തന്നെയല്ല തന്നിട്ടുള്ളത്. സി വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനിയിപ്പോ അങ്ങനെയല്ല, ഓക്കെ, അങ്ങനെയല്ല, ഇങ്ങനെ ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. 1 by factor safety is equal to മീൻ ബൈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഗുഡ്മാൻ ആണെങ്കിൽ പ്ലസ് വേരിയബിളിന്റെ കൂടെ എവിടെയാണോ വേരിയബിൾ സ്ട്രെസ് വരുന്നത് അതിന്റെ കൂടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വേണം, ഡിവൈഡഡ് ബൈ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ആണ് ആസ് പെർ ദ ഇക്വേഷൻ. അല്ലെ, ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറയാം. രണ്ട് കേസ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഗ്രാഫിൽ തന്നെ നമുക്ക് എല്ലാ ഇക്വേഷൻ ഓർത്ത് വെക്കാനാവുന്നേ ഉള്ളൂ. ഇവിടെ ഇതാണ് ഇക്വേഷൻ. അല്ലെ, ഇവിടെ എന്താണ് ഗുഡ്മാൻസ് ഇക്വേഷൻ ആണെങ്കിൽ ഈ ഗ്രാഫ് നമുക്ക് പറയാം എന്താണ്, സിഗ്മ മീൻ ഡിവൈഡഡ് ബൈ yield tensile, ultimate tensile strength plus amplitude divided by endurance strength is equal to 1 by factor of safety ആണ്. ഇനി ഇതിന്റെ മുകളിൽ വരുന്ന അഡീഷണൽ കാര്യങ്ങളാണ്. അല്ലെ, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, കാരണം അത് വേരിയബിൾ സ്ട്രെസ് ആണ്, അതിന്റെ കൂടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. സിമിലർലി മറ്റ് ഫാക്ടേഴ്സും കൂടെ എൻഡ്യൂറൻസ് സ്ട്രെസ്സിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് there are 3 constants. നമുക്കത് ആ കോൺസ്റ്റന്റ് അതേ സിമ്പിൾ തന്നെ കൊടുക്കണമെന്നില്ല, ലെറ്റ് ഇറ്റ് ബി എ ബി ആൻഡ് സി. ഓക്കെ, അതില് എ എന്തൊക്കെയാണോ ക്വസ്റ്റിൽ തരുന്നത്, ക്വസ്റ്റിൽ ഇപ്പൊ സൈസ് ഫാക്ടർ ആണ് തന്നെ, നമുക്ക് എ ആയിട്ട് സൈസ് ഫാക്ടർ എടുക്കാം. രണ്ടാമത് സർഫസ് ഫാക്ടർ ആണ് തന്നെ, രണ്ടാമത്തെ സർഫസ് ഫാക്ടർ ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ 1 എടുക്കാം. ഇപ്പൊ ഒന്നേ തന്നിട്ടുള്ളൂ, അത് ആ വാല്യൂ എടുക്കാം, ബാക്കി രണ്ടും യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1. ഓക്കെ, ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനിയിപ്പോ ഇതൊന്നും തന്നിട്ടില്ല, എ ആൻഡ് ബി ആൻഡ് സി യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1 ആൻഡ് ഡയറക്ട്ലി കണ്ടിന്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർസ് ഡയറക്റ്റ് പോകും. പിന്നെ വേറെ വരുന്ന ട്വിസ്റ്റ് എന്താ, സ്ട്രെസ് കോൺസെൻട്രേഷൻ വാല്യൂ കെ എഫ് വാല്യൂ ചിലപ്പോൾ ക്വസ്റ്റിൽ തരാം, അല്ലെങ്കിൽ കെ എഫ് വാല്യൂക്ക് പകരം ക്യൂ വാല്യൂം കെ ടി വാല്യൂം അല്ലെങ്കിൽ നോട്ട് സെൻസിറ്റിവിറ്റിയും തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ തരാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് കെ എഫ് ആൻഡ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓവർ ഹിയർ. ദാറ്റ്സ് ഇറ്റ്. അത്രേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ഇതിൽ വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്ലിയർ ആണോ സോറേ? ഇപ്പൊ മറ്റേ ഇതിൽ തന്ന പോലെ കെ ടി ഇൻറ്റു ക്വാളിറ്റി ചെയ്താലും പോരെ അല്ലേ? അങ്ങനെയാണ്. കെ ടി ഇൻറ്റു അല്ല, ഈ ഡാറ്റാ ബുക്ക് തന്ന ഇക്വേഷൻ 1/n = KT ഇൻറ്റു മൾട്ടിപ്ലൈ ബാക്കിയുള്ള ബ്രാക്കറ്റ് കെ ടിയിലാണ് ഇക്വേഷൻ തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവര് കെ എഫ് മാറ്റിയിട്ട് കെ ടിന്റെ ടേമിലേക്ക് അതിനെ മാറ്റി. അപ്പൊ അതിൽ നോ സെൻസിറ്റീവ് ഫാക്ടറുകൾ അതിന്റെ അകത്ത് തന്നെ വരും. ഏതാ ഡാറ്റ ബുക്ക്? PSG തന്നെ. പക്ഷെ ഇതിലെ ഇക്വേഷനിൽ ക്യൂ കാണുന്നില്ല. ഇപ്പൊ ക്യൂ എവിടെയുണ്ട്? ക്യൂ ഉണ്ട്, ക്യൂ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. അതിന് മുകളിൽ നോക്ക്, ആ ടേബിളിൽ തന്നെ അതിന്റെ ടോപ്പിൽ നോക്കുക, അതില് കെ എഫ് ഇസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു ആ ഇക്വേഷൻ അവിടെ ഈ തന്നിട്ടുണ്ട്. കെ ടി അല്ല മറ്റേ കെ എഫിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാ ഇതണ്ടേ? വേണ്ട, നമുക്ക് കെ എഫ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊളാവും. വെറുതെ ഇക്വേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. കെ എഫ് കണ്ടുപിടിക്കുക, എന്നിട്ട് മറ്റേ ഇക്വേഷനിലേക്ക് വരാം. ഓക്കെ, അതുപോലെ നമ്മളിപ്പോ ഏതാണ്ട് നമ്മള് സിലബസ് കഴിഞ്ഞു കേട്ടോ, സെക്കൻഡ് മൊഡ്യൂൾ ഏതാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു ടൈപ്പ് പ്രോബ്ലം കൂടെയുള്ള കമ്പൈൻഡ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതും കൂടെ എടുത്തിട്ട് തന്നെ മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കമ്പൈൻഡ്. ഇതിപ്പോ നമ്മളിപ്പോ നോക്കിയ കേസുകൾ, ഒന്ന് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലോഡ് മാത്രം വന്ന കേസായിരുന്നു. രണ്ടാമത്തെ കേസ് വെർട്ടിക്കൽ ലോഡ് മാത്രം വന്ന കേസാണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ, എന്ന് വെച്ചാൽ ആക്സിയൽ സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സും ഒരുമിച്ച് വന്നാൽ, അല്ലെങ്കിൽ ആക്സിയൽ സ്ട്രെസ്സും ടോർഷണൽ സ്ട്രെസ്സും ഒരുമിച്ച് വന്നാൽ, അങ്ങനത്തെ വേരിയബിൾ ആയിട്ടുള്ള ടോർഷണൽ സ്ട്രെസ്സും ആക്സിയൽ സ്ട്രെസ്സും വേരിയബിൾ ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ്സും അതേപോലെ ആക്സിയൽ സ്ട്രെസ്സും ഒരുമിച്ച് വരികയാണെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലം എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, അപ്പൊ അത് നാളെ അതിന്റെ മെത്തഡോളജി എങ്ങനെയാണെന്ന് പറയാം. ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്കിത് മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. നാളെ കാണാം. താങ്ക് യു.